ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഡിസംബർ 4 തീയതിയാണ്. അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്ത്യ ഗെറ്റ്സ് ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് ഊബർ ഷിഖാര ഇൻ ശ്രീനഗർ. അപ്പോൾ ഇന്ത്യയുടെ ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് ഊബർ ഷിഖാര ശ്രീനഗറിൽ, ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ വന്നിരിക്കുകയാണ്. ഇന്ത്യക്ക് അങ്ങനെ ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഏഷ്യയിലത്തെയും ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് ആണിത്. ഊബർ ഷിഖാര ഈസ് നൗ അവൈലബിൾ ഇൻ ജമ്മു ആൻഡ് കശ്മീർസ് പിക്ചറസ്ക് ദാൽ ലേക്കിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ഊബർ റോൾഡ് ഔട്ട് ഏഷ്യാസ് ഫസ്റ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് സർവീസ് വിത്ത് ഷിഖാര ബുക്കിംഗ്സ് ഓൺ ഇറ്റ്സ് ആപ്പ്. അപ്പോൾ ഊബറിൻ്റെ ആപ്പിൽ ഇതിൻ്റെ ട്രാൻസ്പോർട്ട് സർവീസ് അവൈലബിൾ ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ പർപ്പസിന് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. ഊബർ ഹാസ് പാർട്ട്നേർഡ് വിത്ത് 7 ലോക്കൽ ഷിഖാര ഓണേഴ്സ് വിത്ത് പ്ലാൻസ് ടു എക്സ്പാൻഡ് ദ ഫ്ലീറ്റ് ബേസ്ഡ് ഓൺ യൂസർ ഡിമാൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI ലിഫ്റ്റ്സ് സൂപ്പർവൈസറി റെസ്ട്രിക്ഷൻസ് ഓൺ സച്ചിൻ ബൻസാൽ ലെഡ് നവി ഫിൻസർവ്. അപ്പോൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇതുവരെ കുറച്ച് സൂപ്പർവൈസറി റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു സച്ചിൻ ബൻസാൽ ലീഡ് ചെയ്യുന്ന നവി ഫിൻസർവിൽ. അതൊക്കെ ഇപ്പോൾ ലിഫ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഒഴിവാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ലിഫ്റ്റഡ് ദ റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ സച്ചിൻ ബൻസാൽ ലെഡ് നവി ഫിൻസർവ് വിത്ത് ഇമീഡിയറ്റ് ഇഫക്റ്റ്. അപ്പോൾ ഇമീഡിയറ്റ് എഫക്റ്റോട് കൂടിയാണ് ഇത് വന്നിട്ടുള്ളത്, അതായത് റിമൂവ് ചെയ്യണം എന്ന് വന്നിട്ടുള്ളത്. ദിസ് മൂവ് കംസ് ജസ്റ്റ് ഓവർ എ മന്ത് ആഫ്റ്റർ ദ സെൻട്രൽ ബാങ്ക് ബാർഡ് ദ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി along with 3 others from sanctioning and disbursing loans or charging exorbitant interest rates to borrowers effective from October 21st. അപ്പോൾ ഇത് വന്നത് ബാൻ വന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒക്ടോബർ 21 വന്നത്. നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയായ ഈ നവി ഫിൻസർവിനും പിന്നെ 3 അതർ ഓർഗനൈസേഷൻസിനും കൂടി വന്നിട്ടുണ്ടായിരുന്നു. എന്താണ് റെസ്ട്രിക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്ഷനിങ് ആൻഡ് ഡിസ്ബേഴ്സിങ് ലോൺസ് ഓർ ചാർജിങ് എക്സോർബിറ്റൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ടു ബോറോവേഴ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ലോൺസ് ഇഷ്യൂ ചെയ്യാനും ഒന്നും പാടില്ല, അതേപോലെ എക്സോർബിറ്റൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഈടാക്കാനൊന്നും പാടില്ല എന്നുള്ള ബാനാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതാണ് ഇപ്പോൾ റിമൂവ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ഇൻ എ സ്റ്റേറ്റ്മെൻറ്റ് ദ RBI സെഡ് ദാറ്റ് ഫോളോയിങ് ദ റെഗുലേറ്ററി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ്ഡ് ഓൺ ബംഗളൂരു ബേസ്ഡ് NBFC ഇറ്റ് ഹെൽഡ് സെവറൽ റൗണ്ട്സ് ഓഫ് ഡിസ്കഷൻസ് വിത്ത് ദ കമ്പനി ടു റെക്ടിഫൈ ഡെഫിഷ്യൻസീസ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നുണ്ടായി, അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലേറ്ററി റെസ്ട്രിക്ഷൻസ് ഇമ്പോസ് ചെയ്തതിൻ്റെ ശേഷം ഈ ബംഗളൂരു ബേസ്ഡ് NBFC ഒരുപാട് ഒരുപാട് ഡിസ്കഷൻസ് ഉണ്ടായിട്ടുണ്ട്. അവരുടെ ഡെഫിഷ്യൻസീസ് ഒഴിവാക്കാൻ, റെക്ടിഫൈ ചെയ്യാനുള്ള ഒരുപാട് ഡിസ്കഷൻസ് നടന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ചെറിയ ഇൻഫർമേഷനാണ് ഈ പേജിലുള്ളൂ. അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ പ്രസൻസ് നാഷണൽ അവാർഡ്സ് ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഫോർ ദ ഇയർ 2024. അപ്പോൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ആണ് ഇത് പ്രസൻറ്റ് ചെയ്തത്. നാഷണൽ അവാർഡ്സ് ഫോർ എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഫോർ ദ ഇയർ 2024 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാർക്കുള്ള എംപവർമെൻറ്റിന് വേണ്ടിയിട്ടുള്ള അവാർഡ്സ് ആണ് പ്രസിഡന്റ് ദ്രൗപദി മുർമു പ്രസൻറ്റ് ചെയ്തത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. യൂണിയൻ മിനിസ്റ്റർ ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് ലോഞ്ചസ് നാനോ ബബിൾ ടെക്നോളജി ഫോർ ക്ലീനിങ് ആൻഡ് പ്യൂരിഫയിങ് വാട്ടർ. അപ്പോൾ യൂണിയൻ മിനിസ്റ്റർ ശ്രീ കീർത്തിവർദ്ധൻ സിംഗ് എന്തിൻ്റെ മിനിസ്റ്ററാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫോറസ്റ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് മിനിസ്റ്ററായ കീർത്തിവർദ്ധൻ സിംഗ് ആണ് നാനോ ബബിൾ ടെക്നോളജി ലോഞ്ച് ചെയ്തിരിക്കുന്നത് ക്ലീനിങ് ആൻഡ് പ്യൂരിഫയിങ് വാട്ടറിന് വേണ്ടിയിട്ട്, വെള്ളം ശുദ്ധീകരിക്കാനും പ്യൂരിഫൈ ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം.
Union Minister of State for Forest, Environment and Climate Change, Sri Kirtivardan Singh, launched nano bubble technology for cleaning and purifying water of National Zoological Park, Delhi, to promote the health of aquatic animals. അപ്പോൾ അക്വാട്ടിക് അനിമൽസിൻ്റെ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളം ശുദ്ധീകരിക്കാനുള്ള നാനോ ബബിൾ ടെക്നോളജിയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഫോറസ്റ്റ്, എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് ആയ കീർത്തിവർദ്ധൻ സിംഗ്. പിന്നെ പറയുന്നത് ദിസ് ടെക്നോളജി ക്യാൻ ക്ലീൻ ഡേർട്ടി പോണ്ട് വാട്ടർ ബൈ റിമൂവിങ് ആൽഗെ ആൻഡ് സിമിലർ ഗ്രോത്ത്സ്. അപ്പോൾ ഈ ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഡേർട്ടി ആയിട്ടുള്ള പോണ്ട്സിൽ നിന്ന് ആൽഗെ അതേപോലെ മറ്റ് ഗ്രോത്തുകളൊക്കെ റിമൂവ് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് ഈസ് ബീയിങ് ടെസ്റ്റഡ് ഇൻ ദ സൂ ഫോർ ദ ഫസ്റ്റ് ടൈം ആസ് എ 15-day ട്രയൽ. ഇഫ് സക്സസ്ഫുൾ ഇറ്റ് വിൽ ബി യൂസ്ഡ് ഇൻ ദ സൂ. അപ്പോൾ ഇപ്പോൾ ട്രയലായിട്ട് സൂവിൽ യൂസ് ചെയ്യുന്നുണ്ട്, 15-day ട്രയലായിട്ട്. അഥവാ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ അത് സൂവിൽ യൂസ് ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം, നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. രതാപാനി ടൈഗർ റിസർവ്, മധ്യപ്രദേശിലെ രതാപാനി ടൈഗർ റിസർവ് നോട്ടിഫൈഡ് ആസ് 57th ടൈഗർ റിസർവ് ഓഫ് ദ കൺട്രി. 57ാമത്തെ ടൈഗർ റിസർവായി മാറിയിരിക്കുകയാണ് രതാപാനി ടൈഗർ റിസർവ് എന്ന് പറയുന്ന ടൈഗർ റിസർവ്. മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് വായിച്ചു നോക്കാം. യൂണിയൻ മിനിസ്റ്റർ ഫോർ എൻവയോൺമെൻറ്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് Shri Bhupendra Yadav informed the nation about a notification of the Ratapani Tiger Reserve, Madhya Pradesh, as the 57th Tiger Reserve of the country. 57ാമത്തെ ടൈഗർ റിസർവ് ആയിട്ട്. പിന്നെ രതാപാനി ടൈഗർ റിസർവ് ഹാസ് എ കോർ ഏരിയ ഓഫ്, അതിൻ്റെ ഏരിയയും ഒക്കെയാണ് പറയുന്നത്, 763.8 സ്ക്വയർ കിലോമീറ്റർ ആണ്. ബഫർ ഏരിയ ഓഫ് 507.6 സ്ക്വയർ കിലോമീറ്റർ ആൻഡ് ഏരിയ, ടോട്ടൽ ഏരിയ ഓഫ് 1271.4 കിലോമീറ്റർ സ്ക്വയർ. അത്രയാണ് അതിൻ്റെ സ്ക്വയർ കിലോമീറ്റർ ആണ് അതിൻ്റെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ 8th ടൈഗർ റിസർവ് ഓഫ് മധ്യപ്രദേശ്. മധ്യപ്രദേശിൻ്റെ 8ാമത്തെ ടൈഗർ റിസർവ് ആണ് ഈ രതാപാനി ടൈഗർ റിസർവ് ആയിരിക്കുന്നത്. ഇന്ത്യയിലത്തെ ടോട്ടൽ 57th ടൈഗർ റിസർവ് ആയിരിക്കുകയാണ് രതാപാനി. മധ്യപ്രദേശിൻ്റെ 8ാമത്തെ ടൈഗർ റിസർവും ആയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. SBI മ്യൂച്വൽ ഫണ്ട് അൺവെയിൽസ് SBI ക്വാണ്ട് ഫണ്ട്. അപ്പോൾ SBI മ്യൂച്വൽ ഫണ്ട്, SBI ക്വാണ്ട് ഫണ്ട് ലോഞ്ച് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് നമുക്കൊന്ന് വായിക്കാം. SBI മ്യൂച്വൽ ഫണ്ട് has announced the launch of SBI Quant Fund, an open-ended equity scheme designed around a quant-based investing approach. The scheme aims to generate long-term capital appreciation through equity and equity-related instruments selected using an in-house quant model. അപ്പോൾ ഇത് വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ പുതിയൊരു ഫണ്ട് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. SBI ക്വാണ്ട് ഫണ്ട് എന്നാണ് അതിൻ്റെ പേര്. ഒരു ഓപ്പൺ എൻഡഡ് ഇക്വിറ്റി സ്കീമാണ്, ക്വാണ്ട് ബേസ്ഡ് ഇൻവെസ്റ്റിംഗ് അപ്രോച്ചാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്കീം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് ടേം ക്യാപിറ്റൽ അപ്രീസിയേഷൻ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ദ SBI ക്വാണ്ട് ഫണ്ട് വിൽ പ്രീഡോമിനൻ്റ്ലി അലോക്കേറ്റ് 80% തൊട്ട് 100% വരെ ടു ഇക്വിറ്റി ആൻഡ് ഇക്വിറ്റി റിലേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ് സെലക്ടഡ് ത്രൂ ദ ക്വാണ്ട് മോഡൽ, 0 to 20% ടു അതർ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ്സ് ആൻഡ് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, 0 to 10% ടു REITs ആൻഡ് INVITs. അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. പിന്നെ ലാസ്റ്റ് പറയുന്നത് അഡീഷണലി ദ സ്കീം മേ ഇൻവെസ്റ്റ് അപ് ടു 20% ഇൻ മ്യൂച്വൽ ഫണ്ട് യൂണിറ്റ്സ് ആൻഡ് 35% ഇൻ ഓവർസീസ് സെക്യൂരിറ്റീസ് ഇൻക്ലൂഡിംഗ് ADRs, GDRs, ETFs ആൻഡ് ഫോറിൻ ഇക്വിറ്റി. പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നെക്സ്റ്റ് പേജിലുണ്ട്. അതിൽ പറയുന്നത് ദ ഫണ്ട് വിൽ ബി മാനേജ്ഡ് ബൈ സുകന്യ ഘോഷ് ആൻഡ് പ്രദീപ് കേശവൻ, ഡെഡിക്കേറ്റഡ് ഫണ്ട് മാനേജർ ഫോർ ഓവർസീസ് സെക്യൂരിറ്റീസ്. അവരാണ് മാനേജ് ചെയ്യുക. ദ SBI ക്വാണ്ട് ഫണ്ട് ഓഫേഴ്സ് എ സ്ട്രാറ്റജിക് ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവെസ്റ്റേഴ്സ് ടു ഡൈവേഴ്സിഫൈ their portfolio with a robust rule-based framework aiming for consistent returns across various market cycles. For more information, refer to scheme information document. ഇതിലിപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ SBI മ്യൂച്വൽ ഫണ്ട് ലോഞ്ച് ചെയ്ത് SBI ക്വാണ്ട് ഫണ്ടാണ്. പിന്നെ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക, അത്രയേ ഉള്ളൂ. അഡീഷണലി എന്ന് പറയുന്ന ഈ പോയിൻറ്റും ഒരു ലേശം ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലതാണ്. 20% മ്യൂച്വൽ ഫണ്ടിലും അതേപോലെ 35% ഓവർസീസ് സെക്യൂരിറ്റീസ് ആയ ADR, GDR, ETFs ആൻഡ് ഫോറിൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യും.
അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. നാസ്കോം ആൻഡ് DIFC Inc. MOU ടു സ്ട്രെങ്തൻ ക്രോസ് ബോർഡർ ടെക് കൊളാബറേഷൻസ്. അപ്പം നാസ്കോമും അതേപോലെ DIFC അതായത് ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്ററും കൂടിയിട്ട് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ് സ്ട്രെങ്തൻ ക്രോസ് ബോർഡർ ടെക് കൊളാബറേഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇന്ത്യൻ ടെക് ഇൻഡസ്ട്രി ബോഡി നാസ്കോം ഹാസ് പാർട്ട്നേർഡ് വിത്ത് ദുബായ് ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ സെൻറ്റർ ടു ഫോസ്റ്റർ ക്രോസ് ബോർഡർ കൊളാബറേഷൻസ് ഇൻ ഫിൻടെക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇന്നോവേഷൻ. അപ്പോൾ ഇതിൽ ഈ 3 മേഖലകളിലാണ് അവർ കൊളാബറേറ്റ് ചെയ്യാൻ പോകുന്നത്. ക്രോസ് ബോർഡർ കൊളാബറേഷൻസ് ഇൻ ഫിൻടെക്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഇന്നോവേഷൻ. പിന്നെ ദ 2 ഓർഗനൈസേഷൻസ് സൈൻഡ് എ MOU aiming to create a synergies between India's burgeoning tech ecosystem and Dubai's dynamic financial hub. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. മിനിസ്ട്രി ഓഫ് കോൾ അനൗൺസസ് സെലക്റ്റഡ് അപ്ലിക്കൻസ് അണ്ടർ കാറ്റഗറി 1 and 3 ഓഫ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് സ്കീം. അപ്പം മിനിസ്ട്രി ഓഫ് കോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ് സെലക്റ്റഡ് അപ്ലിക്കൻസ് അണ്ടർ കാറ്റഗറി 1 and 3 ഓഫ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് സ്കീമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ കാറ്റഗറി 1 ഗവൺമെൻറ് PSUs, ജോയിൻറ്റ് വെഞ്ചേഴ്സ് ഓഫ് ഗവൺമെൻറ് PSUs, അതൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻഫർമേഷൻ പർപ്പസിന് വായിച്ചു നോക്കാം. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതും കൂടി നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പോൾ ഇതിൽ പറയുന്നത് ദ മിനിസ്ട്രി ഓഫ് കോൾ ലോഞ്ച്ഡ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് സ്കീം വിത്ത് ആൻ ഔട്ട്ലേ ഓഫ് 8,500 crore rupees അപ്രൂവ്ഡ് ബൈ ക്യാബിനറ്റ് ഫോർ പ്രൊമോഷൻ ഓഫ് കോൾ ഓർ ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോജക്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എ ക്രൂഷ്യൽ സ്റ്റെപ്പ് ടുവേർഡ്സ് ഇന്ത്യാസ് ടാർഗറ്റ് ഓഫ് 100 million tons ഓഫ് കോൾ ഗ്യാസിഫിക്കേഷൻ ബൈ 2030. അതാണ് 100 million tons ആണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് 2030 ആകുമ്പോഴേക്കും. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് വായിക്കാം. അതിൻ്റെ കണ്ടിന്യൂഷൻ ഈ ഒരു പേജിലും കൂടി ഉണ്ട്. ഇതിൻ്റെയും കൂടി സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. PV സിന്ധു ക്ലെയിംസ് സയദ് മോദി ഇൻ്റർനാഷണൽ ടൈറ്റിൽ, ത്രീസ ഗായത്രി വിൻസ് ഡബിൾസ്. അപ്പോൾ PV സിന്ധു സയദ് മോദി ഇൻ്റർനാഷണൽ ടൈറ്റിൽ ജയിച്ചിരിക്കുകയാണ്. ത്രീസ ഗായത്രി വിൻ ഡബിൾസ് ജയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ത്രീസ ആൻഡ് ഗായത്രി. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. 2-time ഒളിമ്പിക് മെഡലിസ്റ്റ് PV സിന്ധു ബ്രോക്ക് ഹെർ ലോങ് ടൈറ്റിൽ ഡ്രോട്ട് ബൈ ക്ലിഞ്ചിങ് ദ സയദ് മോദി ഇൻ്റർനാഷണൽ വുമൺ സിംഗിൾസ് ക്രൗൺ വിത്ത് എ ഡോമിനൻറ്റ് വിക്ടറി ഓവർ ചൈനാസ് വു ലു യു in the final here on Sunday. The 29-year-old former world champion outclassed Wu 21-14, 21-16 to lift the title for the third time, having previously won the tournament in 2017 and 22. ഇതിന് മുമ്പ് 2017 and 22 ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ പ്രാവശ്യം PV സിന്ധു സയദ് മോദി ഇൻ്റർനാഷണൽ ടൈറ്റിൽ ജയിച്ചിരിക്കുകയാണ്. അപ്പോൾ 2-time ഒളിമ്പിക് മെഡലിസ്റ്റ് കൂടിയാണ് PV സിന്ധു. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. പിന്നെ അതേപോലെ ദിസ് വിക്ടറി ഹോൾഡ്സ് എ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ആസ് ത്രീസ ആൻഡ് ഗായത്രി ബിക്കെയിം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൻസ് ഡബിൾസ് ടീം ടു വിൻ ദ ടൈറ്റിൽ അറ്റ് ദിസ് ടൂർണമെൻറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 3rd December ആണ്. ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തീം 2024 ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിൻ്റെ തീമാണ് ആംപ്ലിഫൈങ് ദ ലീഡർഷിപ്പ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ഫോർ ആൻ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഫ്യൂച്ചർ. അതാണ് ഈ വർഷത്തെ ഇൻ്റർനാഷണൽ ഡേ ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിൻ്റെ തീം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI advises banks to organize special campaigns like Aadhaar updation for facilitating activation of frozen accounts. അപ്പോൾ RBI അഡ്വൈസ് ചെയ്തിരിക്കുകയാണ് ബാങ്ക്സിനെ, അതായത് എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെഷ്യൽ ക്യാമ്പയിൻസ് ഓർഗനൈസ് ചെയ്യാൻ. എന്തിന്? ആധാർ അപ്ഡേഷൻ ഫോർ ഫെസിലിറ്റേറ്റിംഗ് ആക്ടിവേഷൻ ഓഫ് ഫ്രോസൺ അക്കൗണ്ട്സ് ഫ്രോസൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവേഷന് വേണ്ടിയിട്ട് ആധാർ അപ്ഡേഷന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിന് ഓർഗനൈസ് ചെയ്യാനാണ് RBI ബാങ്ക്സിനോട് ഇപ്പോൾ ഒരു അഡ്വൈസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇത്രയേ ഉള്ളൂ ഇൻഫർമേഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഈ ഒരു പേജിലും കൂടി ഇതിൻ്റെ ന്യൂസ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. RBI imposes monetary penalty on the പഞ്ച്കുള സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് ഹരിയാന.
അപ്പോൾ RBI മോണിറ്ററി പെനാൽറ്റി ഇമ്പോസ് ചെയ്തിരിക്കുകയാണ് പഞ്ച്കുള സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ്, ഹരിയാനയിലത്തെ പഞ്ച്കുള സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ മേലാണ് ഈ പെനാൽറ്റി ചുമത്തിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിക്കാം. ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് ഇമ്പോസ്ഡ് ബൈ ആൻ ഓർഡർ ഡേറ്റഡ് November 29, 2024 a monetary penalty of 5 lakh rupees on the Panchkula Central Cooperative Bank Limited, Haryana for a contravention of provisions of section 26A read with section 56 of the Banking Regulation Act 1949. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാം. 5 ലക്ഷം രൂപയുടെ പെനാൽറ്റിയാണ് ചുമത്തിയിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. November 29 അത് ചുമത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഹുണ്ടായ് മോട്ടോർ ഗ്രൂപ്പ് ടൈസ് അപ്പ് വിത്ത് IITs ടു അഡ്വാൻസ് ബാറ്ററി ഇലക്ട്രിഫിക്കേഷൻ റിസർച്ച്. അപ്പോൾ ഹുണ്ടായ് മോട്ടോർ ഗ്രൂപ്പ് ടൈപ്പ് ചെയ്തിരിക്കുകയാണ് IITs ആയിട്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജീസ് ആയിട്ട് ടൈപ്പ് ചെയ്തിരിക്കുകയാണ് ടു അഡ്വാൻസ് ബാറ്ററി ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ റിസർച്ചിന് വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് നടന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഹുണ്ടായ് മോട്ടോർ ഗ്രൂപ്പ് സെഡ് ഇറ്റ് ഹാസ് ടൈഡ് അപ്പ് വിത്ത് 3 IITs ടു എസ്റ്റാബ്ലിഷ് എ കൊളാബറേറ്റീവ് റിസർച്ച് സിസ്റ്റം ഇൻ ദ ഫീൽഡ്സ് ഓഫ് ബാറ്ററീസ് ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ entailing an investment of $7 million over the 5 years. അപ്പോൾ 3 IITs ആയിട്ടാണ് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്, നമുക്കൊന്ന് വായിക്കാം. ദ സൗത്ത് കൊറിയൻ ഗ്രൂപ്പ് വിച്ച് ഹാസ് എ പ്രസൻസ് അക്രോസ് മൾട്ടിപ്പിൾ സെഗ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് മൊബിലിറ്റി ഹാസ് ടൈഡ് അപ്പ് വിത്ത് IIT ഡൽഹി, IIT ബോംബെ ആൻഡ് IIT മദ്രാസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും IIT ഡൽഹി, ബോംബെ ആൻഡ് മദ്രാസ് ആയിട്ടാണ് ടൈപ്പ് നടത്തിയിരിക്കുന്നത്. പിന്നെ ഹുണ്ടായ് മോട്ടോർ ഗ്രൂപ്പ് പ്ലാൻസ് ടു ഇൻവെസ്റ്റ് അറൌണ്ട് $7 million ഓവർ 5 years. അടുത്ത 5 വർഷത്തേക്ക് $7 million ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. ടു ജോയിൻ്റ്ലി കണ്ടക്ട് ബാറ്ററി ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ റിലേറ്റഡ് റിസർച്ച് ഇൻ ദ IITs. അപ്പോൾ റിസർച്ച് നടത്താൻ വേണ്ടിയിട്ട് ബാറ്ററി ആൻഡ് ഇലക്ട്രിഫിക്കേഷൻ റിസർച്ച് റിലേറ്റഡ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് $7 million ആണ് ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് ഹുണ്ടായ് മോട്ടോർ ഗ്രൂപ്പ്. ഹുണ്ടായ് മോട്ടോർ ഗ്രൂപ്പ് ഒരു സൗത്ത് കൊറിയൻ ഗ്രൂപ്പാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NCVET റെക്കഗ്നൈസസ് ഇൻ സ്പേസ് ആസ് അവാർഡിംഗ് ബോഡി ഡുവൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിക്കാം. ഇൻ എ ലാൻഡ്മാർക്ക് ഡെവലപ്മെൻറ്റ് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അതാണ് NCVETയുടെ ഫുൾ ഫോം. മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് MSDE. Government of India has officially recognized Indian National Space Promotion and Authorization Center, അതാണ് ഇൻസ്പേസിൻ്റെ ഫുൾ ഫോം, ആസ് ആൻ അവാർഡിംഗ് ബോഡി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. The agreement aimed at strengthening the vocational education and training landscape in the space sector was signed in the presence of Shri Atul Kumar Tiwari, Secretary of MSDE and Chairperson NCVET. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് ഇവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് വായിക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവരിവൺ.